ഒരു ഈർക്കിലൊന്ന് എടുത്തു പിടിച്ച് നേരെ നിൽക്കാൻ ആരോഗ്യമില്ലാത്ത, കുഴിയിലോട്ട് കാല് നീട്ടി ഇന്നോ നാളെയോ എന്നും പറഞ്ഞ് ദിനങ്ങൾ തെള്ളി നീക്കുന്ന ഒരു വേട്ടാവളിയൻ. എന്നാൽ വായിൽ നിന്നും വീഴുന്നതോ തീട്ടത്തെക്കാൾ മണമുള്ള പച്ച വർഗീയത. പ്രായത്തെക്കാൾ ഒരുപാട് മൂത്തതാണ്. പക്ഷേ നമുക്ക് ബഹുമാനം കൊടുക്കണമെങ്കിൽ മിനിമം യോഗ്യതയെങ്കിലും വേണ്ടേ? അതിനുള്ള യാതൊരുവിധ യോഗ്യതയുമില്ലാത്ത ഒരു നായ്ക്കാട്ടം. ഞാനിന്ന് വളരെ ദുഃഖിതനാണ്. വാസ്തവത്തിൽ ഇന്ത്യക്കാരനായിട്ട് ജനിച്ചതിൽ എനിക്ക് വല്ലാത്ത അപമാനം തോന്നുന്നു. ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു പൗരൻ എന്ന നിലയ്ക്ക് എനിക്ക് വല്ലാത്ത നിസ്സഹായാവസ്ഥ അനുഭവപ്പെടുന്നു. ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നു. വാസ്തവത്തിൽ നേരെ ഭക്ഷണം കഴിക്കാൻ പോലും പറ്റിയിട്ടില്ല. പിന്നെ ജീവൻ കിടക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ചെന്തോ വാരി വലിച്ച് കഴിച്ചു, അത്രയേ ഉള്ളൂ. ഇതിനൊക്കെ കാരണം ഒരേ ഒരു മനുഷ്യനാണ്, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ഇദ്ദേഹം UPയിലെ ഒരു പ്രസംഗം, ആ പ്രസംഗം എന്നെ നടുക്കിക്കളഞ്ഞു. ആദിത്യനാഥ് പ്രസംഗിക്കുന്നു, പറഞ്ഞാൽ മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ, ചെയ്തു പോന്ന ശീലം മാറ്റാത്തവരുണ്ടെങ്കിൽ അവരെ കൊണ്ടത് മാറ്റിക്കാൻ ചില ഡെൻറ്റിങ്ങും പെയിൻറ്റിങ്ങും വേണ്ടിവരും. ഹിന്ദു ഉത്സവങ്ങൾ അത് നടക്കുമ്പോൾ ചൊറിഞ്ഞു വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ആ സ്വഭാവം മാറാൻ ഡെൻറ്റിങ്ങും പെയിൻറ്റിങ്ങും വേണ്ടിവരും എന്ന് പറയുന്നത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. വാസ്തവത്തിൽ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമല്ലേ? അവരെപ്പറ്റി ഇങ്ങനെയൊക്കെ പറയാമോ? അവർക്ക് പ്രത്യേക സ്റ്റാറ്റസും പദവിയും ഒക്കെ ഉള്ളതല്ലേ? അവരെന്ത് ചെയ്തു എന്നാണ്? ഹിന്ദുക്കളുടെ ഉത്സവമല്ലാതെ വേറെ ആരുടെ ഉത്സവമാണ് അവർക്ക് അലങ്കോലപ്പെടുത്താൻ പറ്റുക? ഇപ്പോൾ എന്താ ഹിന്ദുക്കളുടെ ദസറ, നവരാത്രി, എന്തോ തേങ്ങാക്കൊല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ആളൊക്കെ കൂടിയിട്ട് ഏതോ ഒരു ദേവിയൊക്കെ വികൃത രൂപത്തെയൊക്കെ എഴുന്നള്ളിച്ചുകൊണ്ടൊക്കെ നടക്കുന്നത്. ഇതെന്തൊരു പരിപാടി ഇത്? വിഗ്രഹാരാധന പാടില്ല എന്നുള്ളത് ഇസ്ലാമിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ്. ആ വിഗ്രഹം കണ്ടാൽ എറിഞ്ഞുടയ്ക്കുകയല്ലാതെ ഇസ്ലാമിന് വേറെ മാർഗമില്ല എന്ന് യോഗിക്ക് അറിഞ്ഞുകൂടെ? ഒന്ന് നേരെയും ചൊവ്വയും പോലും ഒന്ന് സംസാരിക്കാൻ പോലും ആരോഗ്യമില്ലാത്ത ഇയാളുടെ വായിൽ നിന്നും വീഴുന്ന വർഗീയത നിങ്ങൾ കേട്ടില്ലേ? എന്നിട്ട് അയാൾ പറയുന്നു ഇന്ത്യയിൽ ജനിച്ചത് അയാൾക്ക് അപമാനം ആയി തോന്നുന്നു. ഇയാൾക്കല്ല അപമാനമായി തോന്നുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു സുന്ദരമായ രാജ്യം ഇതുപോലുള്ള ഒരു നികൃഷ്ട ജീവിക്ക് ജന്മം കൊടുത്തതിന്റെ പേരിൽ ഇന്ത്യയാണ് അപമാനിതയായി നിൽക്കുന്നത്. ഇയാളെപ്പോലുള്ള വിഷങ്ങളാണ് ഇന്ത്യയുടെയും കേരളത്തിന്റെയും അപമാനം. അയാൾ നേരം ചൊവ്വയും ഭക്ഷണം പോലും കഴിച്ചില്ല. പക്ഷെ ജീവൻ നിലനിൽക്കണമല്ലോ എന്ന് ഓർത്തപ്പോൾ എന്തൊക്കെയോ വലിച്ചു വാരി കഴിച്ചു. ആ മൊയന്തിന് അതുപോലും അറിയില്ല. ആ ജീവൻ നിലനിൽക്കുന്നതിന് വേണ്ടി കഴിക്കുന്നതിനാണ് ഭക്ഷണം എന്ന് പറയുന്നത്. ഹൈന്ദവ ധർമ്മം എന്തെന്നറിയാത്ത ഹൈന്ദവരായ സഹോദരങ്ങളുടെ പേര് വെച്ചിട്ട് നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങളെ പറയിപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന നീയും നീ ആരാധിക്കുന്ന മൊട്ടത്തലയനായ യോഗിക്കും മുസ്ലിം സഹോദരങ്ങളുടെ ആഘോഷങ്ങൾ അലങ്കോലപ്പെടുത്താനല്ലാതെ വേറെ എന്തിനാണ് നിനക്കൊക്കെ കഴിയുന്നത്? പിന്നെന്താ പറഞ്ഞേ? വിഗ്രഹങ്ങൾ ഉടയ്ക്കാനാണ് മുസ്ലിങ്ങൾ പഠിക്കുന്നതെന്നാ? ദുബായ് കണ്ടിട്ടുണ്ടോ? പോട്ടെ, കേട്ടിട്ടുണ്ടോ? അവിടെ പോയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് പോകണം. അവിടെ ദുബായിൽ തലസ്ഥാനമായ അബുദാബിയിൽ അതിഭയങ്കരമായ ഒരു ക്ഷേത്രം വന്നിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? അവിടെ പ്രവാസികളായ ഹൈന്ദവ സഹോദരങ്ങൾക്ക് ആരാധിക്കാനും അവിടെ വിസിറ്റിങ്ങിനായിട്ട് ചെല്ലുന്ന ഹൈന്ദവരായ സഹോദരങ്ങൾക്ക് ആരാധിക്കാനും വേണ്ടി. എവിടെ? മുസ്ലിം കൺട്രിയിൽ. മുസ്ലിങ്ങളുടെ ഒത്താശയോടുകൂടി തന്നെയാണ് അവിടെ അത്രയും വലിയൊരു ക്ഷേത്രം വന്നിരിക്കുന്നത്. അവിടെ ആ ക്ഷേത്രത്തിനകത്ത് വിഗ്രഹങ്ങളാണ് ഇരിക്കുന്നത്, അല്ലാതെ കളിപ്പാട്ടങ്ങളല്ല അവിടെ ഇരിക്കുന്നത്. നീയൊക്കെ പറഞ്ഞ് എറിഞ്ഞുടയ്ക്കാൻ നടക്കുന്ന മുസ്ലിങ്ങൾ മുസ്ലിം കൺട്രിയിൽ ഹൈന്ദവ സഹോദരങ്ങൾക്ക് ആരാധിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ ക്ഷേത്രം പണിഞ്ഞു വെച്ചിരിക്കുന്നു. നീയൊക്കെ നാവ് തുറക്കുന്ന തീട്ടം തൂറാനാണെന്ന് ഇവിടെ നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് നീയൊക്കെ ഇനി എത്ര കുരച്ചെന്ന് പറഞ്ഞാലും പട്ടി കുരയ്ക്കുന്ന ഒരു മൈൻഡിലെ ജനങ്ങൾ എടുക്കുള്ളൂ. വെറുതെ വന്ന് കുരച്ചിട്ട് BP കൂട്ടി ഹോസ്പിറ്റലിലൊന്നും പോയി കിടക്കാനുള്ള ഇട വരുത്താതെ കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുമ്പോഴും വിഷം മാറ്റം ഛർദ്ദിക്കുന്ന ഇതുപോലുള്ള മനുഷ്യ പിശാചുക്കളെ നമ്മൾ അകറ്റി നിർത്തണം. ഇത്രയൊക്കെ പ്രായമായില്ലേ? ഏത് സമയത്തും പോവാൻ തയ്യാറായി നിൽക്കുമല്ലേ? ഇനിയെങ്കിലും പേ പിടിച്ച തെരുവ് നായന്റെ ജന്മം കളഞ്ഞിട്ട് ഒരു മനുഷ്യനായിട്ട് മനുഷ്യന് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് ചാവാൻ നോക്ക്.